കേരളത്തിൽ നിന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്ത് വരുന്നത്. പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ലെറ്ററിങ്ങോട് കൂടിയിട്ടുള്ള ബലൂൺ പിടിച്ചെടുത്തിരിക്കുന്നു. എറണാകുളത്താണ് സംഭവം നടന്നിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ പോലീസാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. മകൻ്റെ പിറന്നാളിനായിട്ട് ഒരു യുവാവ് കടയിൽ ചെല്ലുന്നു. അവിടെ നിന്ന് ബലൂൺ വാങ്ങുന്നു. ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൽ ഹാപ്പി ബർത്ത്ഡേക്ക് പകരം തെളിഞ്ഞു വരുന്നത് ഐ ലവ് യു പാകിസ്ഥാൻ എന്നാണ്. തുടർന്ന് ഈ യുവാവ് ഏരൂർ സ്വദേശിയാണ്. ഈ യുവാവ് തൃപ്പൂണിത്തുറ പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ചേലേക്ക വഴിയിൽ ഒരു കട നടത്തുന്ന കാസർഗോഡ് സ്വദേശിയുടെ കടയിൽ നിന്നാണ് ഈ യുവാവ് ബലൂൺ വാങ്ങിയിരുന്നത്. പോലീസ് എത്തി കടയുടമയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. കട അടപ്പിക്കുകയും ചെയ്തു. പോലീസ് ഇതിന് സമീപമുണ്ടായിരുന്ന ഒരു ആലുവ സ്വദേശിയുടെ കടയും പോലീസ് അടപ്പിച്ചതായി ചില വാർത്തകൾ വരുന്നുണ്ട്. ഇയാൾ പറഞ്ഞ മൊഴി, ഈ യുവാവ് നൽകിയ മൊഴി, കുന്നംകുളത്തുള്ള മൊത്ത വ്യാപാരിയിൽ നിന്നാണ് താൻ ഈ ബലൂൺ വാങ്ങിയത് എന്നാണ്. അതായത് ഈ ബലൂൺ വലിയ അളവിൽ തന്നെ, ഒരു ബൾക്കായ അളവിൽ തന്നെ പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു, ഇല്ലെങ്കിൽ വിൽപ്പന രഹസ്യമായിട്ടെങ്കിലും നടത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ബലൂൺ ഐ ലവ് യു പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊരു രാജ്യവിരുദ്ധമായ ഒന്നാണ് എന്നുള്ള കാര്യം ഏതായാലും ഈ നിർമ്മിച്ചവർക്ക് അറിയാൻ കഴിയുന്നതാണ്. കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു ബലൂൺ ഉണ്ടാക്കുക, അത് പറത്തിവിടുക. നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ. അതൊക്കെ ഈ ഭീകര സംഘടനകളും മറ്റുമൊക്കെ ഈ ഇസ്രായേലിലും പാലസ്തീനിലുമൊക്കെ അത്തരത്തിൽ ബലൂണുകൾ പറത്തി സംഘർഷാത്മകമായ അതിർത്തി പ്രദേശങ്ങളിൽ സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷേ ഇത് അവിടെ അങ്ങനെയല്ല. ഇത് കേരളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം. അതായത് മൊത്ത വിതരണക്കാരനാണ് ഇത്തരത്തിലൊരു ബലൂൺ, അതായത് പ്രിന്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ബലൂൺ. അതായത് ഈ ബലൂൺ വീർപ്പിക്കുമ്പോൾ വെള്ള കളറിലുള്ള ഈ ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിൽ ഐ ലവ് യു പാകിസ്ഥാൻ എന്നാണ്. അത് വലിയ രീതിയിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.